ഇന്ന് നമുക്ക് ഇതേപോലൊരു ടിഷ്യൂ ബോക്സ് സെറ്റ് ആക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പറാണ് വേണ്ടത്. അപ്പൊ ഇതേപോലൊരു A4 സൈസുള്ള പേപ്പർ എടുത്തിട്ട് അതിനിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്താൽ നമുക്ക് സ്ക്വയർ ഷേപ്പ് കിട്ടും. ഇങ്ങനെ സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പണ്ട് ഞാൻ പേപ്പർ വെച്ചിട്ട് കളിച്ചൊരു കളിയാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചെടുത്ത പല കാര്യങ്ങളും വലുതായാലും നമുക്ക് ഉപകാരപ്പെടുന്നുള്ളത് സത്യം പറയുകയാണെങ്കിൽ ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ ഇങ്ങനെ ഓർത്ത് നോക്കുമ്പോൾ ചെറുതായ സമയത്താണെന്ന് തോന്നുന്നു ക്രിയേറ്റീവ് ആയിട്ടൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്തത്. വലുതായി വരുന്തോറും നമ്മൾ നമ്മളുടെ സ്റ്റഡീസിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്തായാലും ആ ഒരു ക്രിയേറ്റിവിറ്റിനെ പൊടി തട്ടിയെടുക്കാൻ ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതായാലും അതിൽ ക്രാഫ്റ്റിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായാലും അതിനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നത് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത സമയത്താണ്. എന്തായാലും പഠിക്കുന്നതിന്റെ കൂടെ ഇതേപോലെ ക്രിയേറ്റീവ് ആയിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്ക്. അങ്ങനെയൊക്കെ അല്ലേ. പറഞ്ഞു വരുന്നതിന്റെ ഇടയ്ക്ക് നമ്മളുടെ ടിഷ്യൂ ബോക്സ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് സ്റ്റിക്കേഴ്സ് കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ല, ഇതിപ്പോ ബോക്സ് മാത്രല്ലേ, ടിഷ്യൂ ബോക്സിൽ ടിഷ്യൂ കൂടെ വേണ്ടേ? അപ്പൊ ഇതേപോലെ ടിഷ്യൂ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചെടുത്താല് നമ്മളുടെ ടിഷ്യൂ ബോക്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഒന്നും മറക്കണ്ട.